ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മഹാമൃത്യുഞ്ജയ മന്ത്രം അല്ലേ, അത് നമ്മൾ കേട്ടിട്ടുണ്ട്. ശിവഭഗവാന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു മന്ത്രമാണ്. അതായത് നമുക്ക് ഫിയർ ഓഫ് ഡെത്ത്, നമുക്ക് മരണത്തിന് പേടിയുണ്ടെങ്കിൽ ആ മരണത്തിൻ്റെ പേടിയെ അതിജീവിക്കാൻ ആയിട്ട് നമ്മൾ ചൊല്ലുന്ന മന്ത്രമാണ്. അതായത് നമുക്കിപ്പം ഈ 3D ലൈഫിൽ നമുക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ടല്ലേ. അപ്പോൾ ഒരു മരണം എന്ന് പറയുന്ന കാര്യത്തിൽ നമുക്ക് എന്തുകൊണ്ടാണ് പേടി വരുന്നത്? അതായത് നമ്മുടെ ബന്ധങ്ങൾ, ഇപ്പം നമ്മുടെ പാരൻസ് ആവാം, നമ്മുടെ മക്കൾ, ഭാര്യ, കുട്ടികൾ, അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ്, എല്ലാത്തിലും ഉപരി നമ്മളെ തന്നെ, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മുടെ 3D യിൽ കാണുന്ന, അതായത് ഈ ടോട്ടലി നമ്മൾ കാണുന്ന, ചിലപ്പോൾ നമ്മൾ ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവാം അല്ലേ, ഒരുപാട് വീട്, നല്ല വീട്, ഇതൊക്കെ പെട്ടെന്ന് നമുക്കൊരു അസുഖം വരുമ്പോഴൊക്കെ ആദ്യം വരുന്ന എന്താ, ഒരു മരണം വരുമോ, ഈ അസുഖം മൂർച്ഛിക്കുമോ അല്ലേ. നമ്മളെല്ലാവരും വരും. ഇപ്പോൾ ഒരു തലവേദന വരുമ്പോൾ തന്നെ നമ്മളെന്താ ഗൂഗിൾ എടുത്തിട്ട് സെർച്ച് ചെയ്യും തലവേദനയുടെ റീസൺ. പക്ഷേ ആദ്യം വരുന്നതൊക്കെ മാരകമായ രോഗങ്ങളുടെ പട്ടികകളാണ് വരിക ഗൂഗിളിൽ അല്ലേ. ഇത് ആവാം ലക്ഷണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കിട്ടുതരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളങ്ങനെ സെർച്ച് ചെയ്യുന്നത്? ഈ രോഗം, ഒരു തലവേദന വന്നാൽ അതിൻ്റെ റീസൺ നോക്കി അതെന്തുകൊണ്ടായിരിക്കും, പനി വന്നു, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ അടുത്ത ലക്ഷണങ്ങൾ ഇങ്ങനെയായിരിക്കും, മേലുവേദന എന്നൊക്കെ പറഞ്ഞു വരുമ്പം അത് ഏതെങ്കിലും ഒരു അസുഖമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കും അല്ലേ. നമ്മുടെ മൈൻഡ് അങ്ങനെയാണ്, എല്ലാ നെഗറ്റീവ്സിലേക്കും നമ്മൾ ചാടി ഓടി പോകും. എത്ര പെട്ടെന്ന് പോകാൻ പറ്റും അവിടെയൊക്കെ നമ്മുടെ മനസ്സ് നമ്മളവിടെ എത്തിക്കും. അപ്പോൾ ഈ ഭയം വരാനുള്ളത് കാരണം എന്ന് വെച്ചാൽ, ഈ 3D നമ്മൾ ചുറ്റിനും കാണുന്ന ബന്ധങ്ങളിൽ നിന്നും, നമ്മുടെ സൗകര്യങ്ങളിൽ നിന്നും, വീട്, കുടുംബം, എല്ലാ കാര്യത്തിൽ നിന്നും നമ്മൾ വിട്ടിട്ട് പോകേണ്ടി വരുമോ എന്നുള്ളതാണ് പേടി. അപ്പോൾ ഒന്നുമില്ലാത്തവന് മരണഭയം ഉണ്ടാവില്ല എന്ന് പറയുന്നതൊക്കെ അല്ലേ. നമ്മൾ കണ്ടിട്ടുണ്ട്, ഒന്നുമില്ലാണ്ട്, കാശൊന്നും ഇല്ലാത്തവർ റോഡ് സൈഡിൽ നല്ല സുന്ദരമായിട്ട് കിടന്നുറങ്ങുന്നത്, അവന് മരണഭയമില്ല അല്ലേ. കാരണം അവന് ബന്ധങ്ങളില്ല, ആരും ഇല്ലാത്ത ഒരുത്തൻ സിമ്പിളായിട്ട് അവന് സംരക്ഷിക്കാൻ വേണ്ടി അവൻ്റെ സ്വത്തുക്കളില്ല, ഒന്നുമില്ല. അപ്പോൾ അവൻ സിമ്പിളായിട്ട് എന്ത് ചുറ്റും അവിടെ റോഡ് സൈഡിൽ കിടന്നുറങ്ങും മനസ്സമാധാനത്തോടു കൂടി, അവൻ നല്ല ആയുസ്സും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ ആയുസ് കുറയ്ക്കുന്ന സാധനം സ്ട്രെസ്സ്, ആൻസൈറ്റി, അതായത് നമുക്ക് എല്ലാത്തിനോടുള്ള ഭയം തന്നെയാണ്, അല്ലെങ്കിൽ ഇത് വരുമോ എന്നുള്ള ആ പേടി. അപ്പോൾ നമ്മൾ എന്താണ് യൂണിവേഴ്സിലേക്ക് കൊടുക്കുന്നത്? ഈ പേടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ വരുമോ എന്നുള്ള ഭയം തന്നെ അതിനെ വരുത്തും. അപ്പോൾ ഭയമില്ലാത്തവന് മരണം വളരെ ദൂരെയായിരിക്കും, വിദൂരമായിരിക്കും എന്ന് പറയും അല്ലേ. ഈ മരണഭയത്തിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള മന്ത്രമാണ് മഹാമൃത്യുഞ്ജയ മന്ത്രം. ഈ മന്ത്രം ജപിക്കുന്നതോടു കൂടി തന്നെ നമുക്ക് ഈ മരണഭയം എന്ന് പറയുന്ന സാധനം ഇല്ലാണ്ടാവുകയും, ഇതിൻ്റെ ആ ഒരു ഫ്രീക്വൻസി ലെവൽ അങ്ങനെയാണ്, സയൻറ്റിഫിക് ഫ്രീക്വൻസി ലെവൽ അങ്ങനെയാണ്. അത് നമ്മുടെ ഹാർട്ടിനെയും ബ്രെയിനിനെയും തമ്മിൽ കണക്ടിവിറ്റി ചെയ്യുന്ന സിഗ്നൽസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു കോഡ് കണക്ടിവിറ്റി എന്ന് പറയും. അതൊരു ഇൻവിസിബിൾ ആയിട്ടുള്ളൊരു കോഡാണ്, ഹാർട്ട് ഇതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന കോഡ്. അപ്പോൾ ഈ ഇൻവിസിബിൾ കോഡിലൂടെ ഒരു എനർജി കണക്ഷൻ ഹാർട്ടിൽ നിന്ന് ബ്രെയിനിലേക്ക് വരികയും, അല്ലെങ്കിൽ ബ്രെയിനിൽ നിന്ന് തിരിച്ച് ഹാർട്ടിലേക്ക് വരികയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് പറ്റും, നമ്മൾക്ക് മരണഭയം കുറയും. അപ്പോൾ ബ്രെയിൻ മരണഭയം ഇല്ലെങ്കിൽ ഒരിക്കലും ആ പാനിക് സിഗ്നൽസ് ഒരിക്കലും ഹാർട്ടിലേക്ക് കൊടുക്കാനും, അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് പറ്റും, ഹേർട്ട് ചക്ര അവിടെ ഭയങ്കര ഇംബാലൻസ്ഡ് ആയി നമുക്ക് ഏത് സമയവും ഫിയർ ഓഫ് ഡെത്ത് വന്ന് നമുക്ക് ഈ ആങ്സൈറ്റികൾ കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ മരണത്തിലേക്ക് പോകും. അപ്പോൾ ഈ മന്ത്രം ഈ സിഗ്നൽസിനെ കാമാക്കുകയും ഒരു തീറ്റ വേവ്സ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അതായത് വളരെ സ്റ്റേബിളായി, ഒരു തരത്തിലും പ്രശ്നങ്ങളില്ലാത്ത ശാന്തമായ ഒരവസ്ഥയാണ്. അതായത് സന്യാസിമാരൊക്കെ മെഡിറ്റേഷനിലൂടെ വരുത്തുന്ന ഒരു അവസ്ഥയാണ് തീറ്റ വേവ്സ്. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിൻ തീറ്റ വേവ്സിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മഹാമൃത്യുഞ്ജയ മന്ത്രത്തിൻ്റെ ഫ്രീക്വൻസിയും അതിൻ്റെ ആ ചാൻറ്റിങ്ങിൻ്റെ ആ ഒരു രീതിയും, അതിൻ്റെ ആ ചാൻറ്റിങ്ങിൻ്റെ രീതിക്കും നമ്മൾ ആ മന്ത്രങ്ങൾ ചൊല്ലുമ്പോഴും ഓട്ടോമാറ്റിക്കലി അതിന് ഒരു ഹീലിംഗ് പ്രോസസ്സാണത്. സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ ഹെവിലി ഒരു ഹീലിംഗ് ആണ് അവിടെ നടക്കുന്നത്. നമ്മുടെ ട്രോമാസിനെയും, മുമ്പുണ്ടാവുന്ന, നമ്മൾ കടന്നു വന്നിരിക്കുന്ന, നമ്മൾ കണ്ടുവന്നിരിക്കുന്ന പല രോഗങ്ങളുടെ കാര്യങ്ങൾ അല്ലേ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു 40 വയസ്സാണ് നമ്മളെങ്കിൽ, അത്രയും കാലഘട്ടങ്ങളിൽ നമ്മൾ പല രീതിയിലുള്ള അസുഖങ്ങളും മരണങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രശ്നം വരുമ്പോഴോ അല്ലെങ്കിൽ മരണഭയം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിയാണ്ട് തന്നെ നമ്മുടെ മനസ്സ് അവിടേക്ക് സഞ്ചരിക്കും അല്ലേ. പല മരണങ്ങളൊക്കെ നമ്മൾ അറിയാണ്ട് തന്നെ വിത്തിൻ സെക്കൻഡ്സ് തന്നെ, ഇത്രയും മൈക്രോ സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ മരണങ്ങളെയും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ള ഒരാളാണ് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പരിപാടികളൊക്കെ സ്റ്റേബിളാക്കി അവിടെ കട്ട് ഓഫ് ചെയ്ത് അവിടെ ഒരു കോഡ് കട്ട് നടക്കും. ഈ ഒരു കണക്ഷന് തമ്മിലുള്ള കോഡ് കട്ട് നടന്ന് ബ്രെയിനെ വളരെ കാമാക്കി വിടും. ഒരു തരത്തിലും ശാന്തമായ ഒരവസ്ഥയിലേക്ക് ഈ മന്ത്രം നമ്മൾ 108 തവണ ഡെയിലി ജപിക്കുവാണെങ്കിൽ നമ്മളെ ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. നമുക്ക് എപ്പോഴാണ് ശാന്തം വേണം, ഇപ്പം ഉറങ്ങുന്നതിന് മുന്നെയാണ് നമുക്ക് വേണമെങ്കിൽ വൈകിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവനാണ് വേണമെങ്കിൽ അതിരാവിലെ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നമ്മൾക്ക് ഈ പറഞ്ഞ തീറ്റ വേവ്സിൽ വന്ന് ബ്രെയിൻ വളരെ ശാന്തമായിരിക്കും. ഒരിക്കലും നമുക്ക് മരണഭയം ഉണ്ടാവില്ല.
അപ്പോൾ അതിൽ മഹാദേവനെ പ്രശംസിച്ചുകൊണ്ടാണ് ഈ ഒരു കാര്യങ്ങൾ പറയുന്നത്. തേർഡ് ഐനെ കുറിച്ച്. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഊർവാരുഖമിവ ബന്ധനാഥ് മൃത്യുമുക്ഷീം മാമൃതാത് എന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം തേർഡ് ഐ ഉള്ള മഹാദേവൻ എന്നെ മരണഭയത്തിൽ നിന്നും മുക്തനാക്കൂ. അതായത് എന്നെ അതിൽ നിന്നും വെള്ളരിക്കയും മറ്റേ കക്കിരിക്കയും പോലുള്ള ഫലങ്ങൾ അതിൻ്റെ കണ്ണിയിൽ നിന്നും കണക്റ്റഡ് ആയിരിക്കുന്ന പോലെ തന്നെ ഞാൻ എൻ്റെ സുഖലോലുതയും ഈ 3D വേൾഡിലും എല്ലാത്തിലും ഞാൻ കണക്റ്റഡ് ആണ്. ഈ പറഞ്ഞ ബന്ധനങ്ങളിൽ നിന്നും മുഴുവൻ എന്നെ ഡിസ്കണക്റ്റ് ചെയ്യൂ. അതായത് പഴുത്ത് വന്നിരിക്കുന്ന ഒരു കക്കിരിക്ക അല്ലെങ്കിൽ വെള്ളരിക്ക എങ്ങനെ ആ കണ്ണിയിൽ നിന്നും പൊട്ടി വീഴുന്നോ അതേപോലെ എന്നെ ഈ ബന്ധങ്ങളിൽ നിന്നും മുക്തനാക്കിയാലും ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ആ ബന്ധങ്ങളിൽ നിന്ന് നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്ക് ഈ മരണഭയമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബന്ധങ്ങളൊന്നും ഇല്ല എന്ന്, ആ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന അഡിക്ഷൻ എന്നാണത്. അതാണ് ഒരു അഡിക്ഷൻ, നമുക്ക് അതിനോട് തോന്നുന്ന ഒരു അഡിക്ഷനാണ്. അപ്പോൾ അതില്ലാണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി മരണഭയം ഇല്ലാണ്ടാവും അല്ലേ? അപ്പോൾ ആങ്സൈറ്റി ഇല്ലാണ്ടാവില്ല. അപ്പോൾ ആങ്സൈറ്റിയും സ്ട്രെസ്സും കുറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആയുസ്സും കൂടും അല്ലേ? ഇതാണ് അതിൻ്റെ സയൻറ്റിഫിക് ആസ്പെക്റ്റ്. ഓക്കെ, അത് സയൻറ്റിഫിക്കലി ഒന്ന് പറഞ്ഞു തരണം എന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഞാൻ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട് മുന്നോട്ട് തന്നെ. ആവശ്യമുള്ളവർ കൗൺസിലിങ്ങിനും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച്.